السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضوان الله أما بعد. പ്രിയമുള്ളവരെ, മനുഷ്യാവകാശം എന്നത് നാം എല്ലാവരും അനേക തവണ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന വാക്കിലൊന്നാണ്. അല്ലെങ്കിൽ വാക്കിലൊന്നും മാത്രമായിട്ട് അത് ചുരുങ്ങിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് മനുഷ്യാവകാശത്തെ കുറിച്ച് ഈ വേദിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായ അവകാശം എന്ന് പറഞ്ഞാൽ എബ്രഹാം മാസ്ലോ സിദ്ധാന്തിച്ചതുപോലെ ഭക്ഷണം, പാർപ്പിടം, സുരക്ഷിതത്വം, ഈ മൂന്ന് അടിസ്ഥാനപരമായ അവകാശങ്ങളും ലഭ്യമാകാതെ, എപ്പോൾ മരിച്ചു പോകുമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, എന്ത് ധരിക്കണമെന്നറിയാതെ, എന്ത് കഴിക്കണമെന്നറിയാതെ, എന്റെയോ അല്ലെങ്കിൽ എന്നേക്കാളും ചെറുതോ ആയ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഗസ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജയിലിൽ നരക പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന് മുമ്പിലാണ് ഞാൻ ഇന്ന് മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് എന്നത് ഈ വിഷയത്തിന്റെ വലിയ വൈരുദ്ധ്യമായി എനിക്ക് തോന്നുകയാണ്. മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളുമെല്ലാം BC-യിൽ ഹമാറോബിയുടെ മാനിഫെസ്റ്റോ മുതൽ തുടങ്ങി വെക്കുകയും പല ഘട്ടങ്ങളിലായി ആ ചർച്ചയെ നമ്മൾ ഉയർത്തിയെടുക്കുകയും ഒടുവിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുത്തതിന് ശേഷം പിന്നീട് യുദ്ധം ഉണ്ടാക്കരുത് എന്ന പശ്ചാത്തലത്തിൽ, ആശയത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ചില ആശ്വാസത്തിന്റെയും തെളിച്ചത്തിന്റെയും തുരുത്തുകളുണ്ട്. വന്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് കാണിച്ചു തന്ന വഴി അതാണ് എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതോ ജയിലറകളിൽ അന്യദേശത്ത് കിടക്കുന്ന ഒരു കുറ്റാരോപിതയായ സ്ത്രീക്ക് വേണ്ടി തെന്നാലാകുന്നത് ചെയ്യുകയും ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള എന്റെ ഇടപെടലാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അവർ ഏറ്റവും വലിയ മനുഷ്യാവകാശ സന്ദേശമാണ് ഉസ്താദ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലത്തെ കണക്കുകൾ മാത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ യുദ്ധമനാഥമാക്കിയ എത്ര മനുഷ്യരാണ് ഇറാഖിൽ, ഇറാനിൽ, ഉക്രൈനിൽ, അഫ്ഗാനിസ്ഥാനിൽ, പാലസ്തീനിൽ, ഇങ്ങനെ ഓരോ രാജ്യങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ യുദ്ധമനാഥമാക്കി തീർത്തിട്ടുള്ള അനേകം മനുഷ്യരുണ്ട്. അറഫാ ദിനത്തിലെ പ്രഭാഷണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിവരയിട്ട് കൊണ്ട് ഓർമ്മപ്പെടുത്തിയ അനേകം കാര്യങ്ങളുണ്ട്. അതുമാത്രം മതി ഇസ്ലാം മനുഷ്യരുടെ അവകാശങ്ങൾക്ക് നൽകിയ പ്രാധാന്യത്തെ കുറിച്ച് തിരിച്ചറിയാൻ. കുല്ലുൽ മുസ്ലിം അലൽ മുസ്ലിമിൽ ഹറാം ദമുഹു വമാലുഹു വഇർലുഹു. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ മേൽ എല്ലാം പരിശുദ്ധമാണ്. അവന്റെ രക്തത്തിനും സമ്പത്തിനും അഭിമാനത്തിനും സംരക്ഷണം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. അടിസ്ഥാന ജനവിഭാഗങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് എല്ലാ വേദനിക്കുന്ന മനുഷ്യരുടെ വേദന ഇല്ലാതാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ എന്ന പദവിക്ക് നാം അർഹരായി തീരുക. പരിശുദ്ധമായ ഖുർആനിൽ നിരന്തരം പറഞ്ഞത് നീതി പാലിക്കുവാൻ വേണ്ടിയാണ്, തുല്യതയ്ക്ക് വേണ്ടിയാണ്, അഭയാർത്ഥികളെ, അനാഥരെ, വിധവകളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, അതിർത്തികളുടെയോ നിറത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനതയില്ലാത്ത ഒരു കാലമുണ്ടാകട്ടെ എന്ന് നാം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു മനോഹരമായ കാലത്തിനു വേണ്ടിയുള്ള ഒരുക്കവും പ്രാർത്ഥനയുമാകട്ടെ നമ്മുടെ അൽ മുറാഫഖയുടെ സന്ദേശം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.